നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പീരുമേട് MLA വാഴൂർ സോമൻ അന്തരിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്. യോഗത്തിൽ വെച്ച് കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു. 72 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. മൃതദേഹം നിലവിൽ ശാസ്ത്രമംഗലത്തെ ആശുപത്രിയിൽ നിന്നും MN സ്മാരകത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പരിപാടിയിലാണ് വാഴൂർ സോമൻ MLAയും സന്നിഹിതനായിരുന്നത്. PTP നഗറിൽ റവന്യൂ വകുപ്പിൻ്റെ ഇടുക്കി ജില്ലാതല യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് MLAയ്ക്ക് ഹൃദയാഘാതമുണ്ടായത്. പരിപാടിക്കിടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കുഴഞ്ഞു വീണതിനെ തുടർന്ന് റവന്യൂ മന്ത്രിയുടെ വാഹനത്തിൽ അദ്ദേഹത്തെ ഉടൻ തന്നെ ശാസ്ത്രമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. CPI നേതാവായ വാഴൂർ സോമൻ 15ാം കേരള നിയമസഭയിൽ പീരുമേട് മണ്ഡലത്തെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. 2021 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ അഡ്വക്കേറ്റ് സിറീഖ് തോമസിനെ 1835 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് നിയമസഭയിലേക്ക് എത്തിയത്. വെയർഹൗസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ, ATUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച് വളർന്നു വന്ന CPI നേതാവാണ് അദ്ദേഹം. 1974 മുതൽ അദ്ദേഹം സജീവമായി പൊതുരംഗത്തുണ്ട്. ASFലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷൻ, സംസ്ഥാന വെയർഹൗസിംഗ് കോർപ്പറേഷൻ അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. MLAയും ATUC സംസ്ഥാന വൈസ് പ്രസിഡന്റും ദേശീയ നിർവാഹക സമിതി അംഗവുമായിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. PTP നഗറിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങാനിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചത്. യോഗത്തിൽ ജില്ലയിലെ പ്രശ്നങ്ങളടക്കമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറങ്ങാൻ നേരം ചെറിയൊരു ക്ഷീണം തനിക്ക് തോന്നുന്നെന്നും തന്നെ ഒന്ന് പിടിക്കണമെന്നും ഒക്കെയുള്ള ആളെ അറിയിച്ചു. അതനുസരിച്ച് അടുത്തുള്ളൊരു മുറിയിലേക്ക്, ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ കിടത്തിയിരുന്നു. കാര്യം വഷളാകുന്നുവെന്ന് കണ്ടപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്കും എത്തിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വവും ആശുപത്രിയിലും എത്തിയിട്ടുണ്ടായിരുന്നു. വൈകിട്ട് 7-ന് MN സ്മാരകത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം വണ്ടിപ്പെരിയാറിലേക്ക് കൊണ്ടുപോകും. കോട്ടയം ജില്ലയിലെ വാഴൂരിൽ 1952 സെപ്റ്റംബർ 14-നാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കുഞ്ചിപ്പാപ്പൻ, അമ്മ പാർവതി, ഭാര്യ ബിന്ദു, മക്കൾ അഡ്വക്കേറ്റ് സോബിൻ, അഡ്വക്കേറ്റ് സോബിത് എന്നിവരാണ്.